മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ മീനൊന്നും വേണ്ടാന്ന് പറഞ്ഞ് നിന്നപ്പോഴേക്കും മീൻകാരൻ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ചെമ്മീൻ കൊഞ്ചുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ കൊഞ്ച് നോക്കാനായിട്ട് ഇറങ്ങിയതാണ്. വേദയ്ക്ക് കൊഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കൊഞ്ച് വാങ്ങാൻ നേരത്തെ ഇറങ്ങിയപ്പോഴേക്കും നല്ല ഫ്രഷായിട്ട് തോന്നിക്കുന്ന മത്തിയുണ്ട് കേട്ടോ, കുഞ്ഞു മത്തി. എനിക്ക് ഈ കുഞ്ഞും മത്തിയും കുഞ്ഞും ചാളയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു മത്തിയും കുറച്ച് വാങ്ങി അത് അമ്മയ്ക്ക് കൊടുത്തു വിടാമെന്ന് കരുതി. നമുക്ക് വയ്ക്കാനല്ല, കൊടുത്തു വിടാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മുടെ ഉണക്ക കൊഞ്ചും മാങ്ങാക്കറിയാണ്. കൊഞ്ച് മാങ്ങാക്കറി, ചെട്ടിക്കുളങ്ങര സ്പെഷ്യൽ കൊഞ്ച് മാങ്ങാക്കറിയാണ് നമ്മളിന്ന് വയ്ക്കുന്നത്. അപ്പോൾ അതിനൊപ്പം വേദയ്ക്ക് കൊഞ്ച് വാങ്ങി കേട്ടോ. അതിൻ്റെ വീഡിയോ എടുത്തില്ലാന്ന് തോന്നുന്നു, ഏട്ടനാ വീഡിയോ എടുത്തത്. അപ്പോൾ കൊഞ്ചും ചാളയും വാങ്ങി, ചാള കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അമ്മയ്ക്ക് കൊടുത്തു വിടാം. കൊഞ്ച് നമുക്കിന്ന് വറുത്തെടുക്കാം. വേദയ്ക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും കൂടി വറുത്തെടുക്കാമെന്ന് എഴുതിയിട്ട് കൊഞ്ചും വാങ്ങിയിട്ടുണ്ട്. പുറത്ത് അത്യാവശ്യം മഴയുണ്ട് കേട്ടോ. ഭയങ്കര ഭീകര മഴയല്ല, കുഞ്ഞു മഴ ഇങ്ങനെ പെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ ലൈറ്റൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ. ഒരു ഭംഗി കുറവ് പോലെ തോന്നുന്നുണ്ട് അല്ലേ. പിന്നെ എൻ്റെ ബാക്കിലാണെങ്കിൽ ഫുൾ അവിടെ പണി ചെയ്തിട്ട് സിമെൻറ്റ് ഇങ്ങനെ തെറിച്ചിരിക്കുന്നതാണ്. അത് ക്ലീൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് സ്റ്റിക്കായിരിക്കുകയാണ്. അതിന് എന്ത് ചെയ്തിട്ടും പറ്റില്ല. ഇനി പെയിൻറ്റ് ഒന്നും ചെയ്താലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ തൽക്കാലം പെയിൻറ്റിംഗ് ഒന്നുമില്ല, ഒരു വർഷം കഴിഞ്ഞിട്ട് മാത്രമേ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ആകെ മൊത്തം വൃത്തികേടായിട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ ചെമ്മീനും ചാളയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ മിക്കവാറും ഇന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ എന്നിട്ട് പറഞ്ഞു നാളെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഇന്ന് പോകണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. മഴയായതുകൊണ്ട് ഇനി പോകുന്നുണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല കേട്ടോ. പിന്നെ നമ്മളായാലും വേറൊരു വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ പോയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് മിക്കവാറും 90% അമ്മ ഇന്ന് പോകാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ടാണ് ഞാൻ ചാളയൊക്കെ വാങ്ങിയത്. പുള്ളിയുടെ പിന്നെ വേറെ മീനൊന്നും ഉണ്ടായിരുന്നില്ല. ചൂര ഉണ്ടായിരുന്നു, കുഞ്ഞു ചൂര. അതത്ര ഫ്രഷായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ചാള വാങ്ങിയത്. നമുക്ക് ചാളയും ചൂരയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഒന്ന് മഴയായതുകൊണ്ട് പുറത്തും അധികം മീനുണ്ടാവില്ല, അതുകൊണ്ടാണ് ഇത് വാങ്ങാം എന്ന് കരുതി വാങ്ങിയത്. അങ്ങനെ ചാളയും മത്തിയും കൊഞ്ചും ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശരിക്കും ലൈവ് വോയിസ് ആയിട്ട് ഇടാമെന്ന് കരുതിയതാണ്. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ആകെ മൊത്തം കുളമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ കരുതി വോയിസ് ഓവർ ചെയ്യാമെന്ന്. ഈ നമ്മുടെ കൊഞ്ച് മാങ്ങാക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മൊത്തം കുളമായിട്ട് കിടപ്പുണ്ട്. എല്ലായിടത്തും ബഹളവും ശബ്ദമൊക്കെ വല്ലാണ്ട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ഫുൾ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യുന്നത്. ഞാനിതിപ്പോൾ എന്തൊക്കെയോ കാര്യമായിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം ദീപചേച്ചിയുടെ അവിടെ പോയി. ഉച്ചയ്ക്ക് ശേഷം വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. ഡാൻസ് ക്ലാസ്സിന് പോയിട്ട് അവിടെ നിന്ന് ദീപചേച്ചിയുടെ അവിടെയും പോയി. സൺഡേ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഡാൻസ് ക്ലാസ്സിനും പോയിട്ട് അമ്മ തിരിച്ച് കള്ളിക്കാട് പോകാം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തത്. പിന്നെ എന്തോ പെട്ടെന്ന് നമുക്ക് ഇന്ന് തന്നെ വൈകിട്ട് അങ്ങ് പോകണം എന്നൊക്കെ പറഞ്ഞ് ബഹളമല്ല, ഇങ്ങനെ പോയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പോവാണ്. അച്ഛനും ഒരുപാട് ലേറ്റായിട്ടൊക്കെയാണ് എത്തുന്നത്. അവിടെയാണെങ്കിൽ പിന്നെ ചിലപ്പോൾ അച്ഛൻ പോവാറുമില്ല, രാവിലെയൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ അച്ഛനും കുറച്ച് ബിസിയാണ്, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇല്ല, കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ കൊഞ്ചൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും കഴിയുന്നില്ല കേട്ടോ. കുറേ ആയിട്ടും കഴിയുന്നില്ല. നിറച്ചല്ല, കുറച്ച് കൂടുതൽ കൊഞ്ചുണ്ടായിരുന്നു. കൊഞ്ചെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് ഇരിക്കുന്നതേ ഉള്ളത് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ചാള ക്ലീൻ ചെയ്യാൻ എപ്പോഴേ പറഞ്ഞു, ഞാൻ ക്ലീൻ ചെയ്ത് തരാമെന്ന്, എങ്കിൽ ഇപ്പോൾ കഴിയാനെന്ന് പറയും. അപ്പോൾ അമ്മയുടെ ദേഹത്ത് നോക്കണ്ട, അതല്ല കത്തി ശരിക്കും ഉള്ളത് നല്ലതില്ല. നല്ലത് മീൻസ് അമ്മയൊക്കെ കാലിൽ വെച്ചല്ലേ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള കത്തി ഇവിടെ ഇല്ല. ഈ ഒരു വലിയ കത്തി മാത്രമേ ഉള്ളൂ. അത് കാലിൽ വെച്ച് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ വേണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ ഞാനത് ക്ലീൻ ചെയ്തിട്ടും കഴിയുന്നില്ല. അങ്ങനെ അമ്മ ആ കത്തി എടുത്തിട്ട് വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ചാള ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കൊഞ്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു അമ്മയുടെ ചാള ഇങ്ങനെ ഒന്ന് അതിൻ്റെ ഈ ചെതമ്പൽ ഇങ്ങനെ എടുത്ത് തന്നാൽ ബാക്കി ഞാൻ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് ഇടാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനും അമ്മയും കൂടെ ഒരുമിച്ച് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. അമ്മ വന്നപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ ഈ കത്തി ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഇനി മീൻ സ്മെല്ല് ഇനി പോകുന്നതല്ലേ എന്നൊക്കെ കരുതിയിട്ടാണ് വേണ്ട എന്ന് പറഞ്ഞത്. പിന്നെ നടക്കില്ല എന്ന് കണ്ടപ്പോൾ അമ്മ തന്നെ ഇങ്ങനെ ഇറങ്ങി കേട്ടോ. കണ്ടിട്ട് നല്ല ഫ്രഷായിട്ടുള്ള മത്തിയായിട്ട് തോന്നില്ലേ, നല്ല കുഞ്ഞ മത്തി കേട്ടോ. ഇത് പീരയൊക്കെ വയ്ക്കാൻ നല്ല ടേസ്റ്റാണ്, വറുക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് എഴുതിയാൽ വേണ്ട എനിക്ക് വേണ്ട, ഞാൻ കൊണ്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഞാൻ വാങ്ങി കേട്ടോ. അതെന്താ സംഭവം എന്നറിയോ, അച്ഛൻ മീനൊന്നും കഴിക്കാത്തതുകൊണ്ട് മീൻ വാങ്ങത്തില്ല. വല്ലപ്പോഴും പിന്നെ വാങ്ങത്തുള്ളൂ. അതുവഴി കൊണ്ടുപോകുന്ന അവരുടെ കയ്യിൽ നിന്ന് വാങ്ങും. അല്ലെങ്കിൽ ഞങ്ങളോ ദീപ ചേച്ചിയൊക്കെ ചെല്ലുമ്പോൾ മാത്രമേ വാങ്ങത്തുള്ളൂ. അതുകൊണ്ടാണ് വാങ്ങി കൊടുത്ത് വിടാമെന്ന് കരുതിയത്. അങ്ങനെ കുറേ സമയം ഇരുന്ന ശേഷം അമ്മ കൂടെ ഇറങ്ങി മീനെല്ലാം ക്ലീൻ ചെയ്ത് ചെമ്മീൻ കൊഞ്ച് നമ്മൾ ഫ്രൈക്ക് വേണ്ടിയിട്ട് പുരട്ടി വെച്ചിട്ട് നമ്മുടെ കൊഞ്ച് മാങ്ങാക്കറി വയ്ക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചപ്പോഴേക്കും അച്ഛൻ പോവാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അച്ഛൻ ഇന്നലെ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ഇവിടെ ആയതുകൊണ്ട് കുറച്ച് 12 മണിയൊക്കെ ആയപ്പോൾ വന്നു. എന്നിട്ട് രാവിലെ 9 മണിയാകുമ്പോൾ പോവുക കേട്ടോ.
ഇനി 13-ാം തീയതി, അതായത് ഇന്നലെ മിനിങ്ങാന്ന് ഫെസ്റ്റിവൽ തുടങ്ങി. നെക്സ്റ്റ് വീക്ക് എന്തോ വരെ ഉണ്ട്. അതുവരെയും അച്ഛൻ കുറച്ച് ബിസിയാണ്. അത് കഴിഞ്ഞിട്ടും കുറച്ചൊക്കെ ബിസിയാണ് കേട്ടോ. അപ്പോൾ അച്ഛനെ പറഞ്ഞു വിട്ട ശേഷം നമുക്ക് കൊഞ്ച് മാങ്ങാക്കറി വയ്ക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അച്ഛൻ പോകുന്നതും നോക്കി നമ്മളെല്ലാവരും ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അച്ഛന് നമ്മുടെ പഴയ സ്കൂട്ടറാണ് കൊടുത്തിട്ടുള്ളത്. അച്ഛൻ്റെ ഉണ്ടായിരുന്നത് ആക്റ്റീവ ആയിരുന്നു. അതിന് നമ്മൾ കൊടുത്തിട്ടാണ് നമ്മുടെ ഉണ്ടായിരുന്ന ജൂപ്പിറ്റർ കൊടുത്തത്. അങ്ങനെ അച്ഛൻ ജൂപ്പിറ്ററും കൊണ്ടാണ് ഇപ്പോൾ യാത്രയെല്ലാം. പാവം കേട്ടോ, ഇത്രയും ദൂരം കള്ളിക്കാട് വരെ, ട്രിവാൻഡ്രത്ത് നിന്ന് കള്ളിക്കാട് വരെ ദിവസവും പോയി വരും. ഒന്ന് ആലോചിച്ച് നോക്കണേ. പിന്നെ കുറച്ച് ലേറ്റ് ആവണമെങ്കിൽ മാത്രമേ അച്ഛൻ പോവാതെ ഉള്ളൂ. എങ്കിലും രാവിലെ എണീറ്റ് പോവാറുണ്ട്. ഞാൻ തന്നെ അവിടെ പോയിട്ട് ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ തളർന്നു പോകും. ഇത് പോയിട്ട് വന്ന് വർക്കിനും കയറിയിട്ടൊക്കെയാണ് പോകുന്നത്. അങ്ങനെ അച്ഛൻ പോയി. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും കൊഞ്ച് മാങ്ങാക്കറി വയ്ക്കാം. ഇത് ആക്ച്വലി ചെട്ടിക്കുളങ്ങര ദേവിയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് പറയുന്നത്, ചെട്ടിക്കുളങ്ങര കൊഞ്ച് മാങ്ങാക്കറി. എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. നമ്മൾ ട്രിവാൻഡ്രംകാരാണ്, അറിഞ്ഞു കേട്ടുള്ള കഥകളാണ്. മീൻ വയ്ക്കാനും അത്ര പിടിയില്ല. നമ്മുടെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഗോവൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേട്ടൻ മാവേലിക്കരയിലുണ്ട്. അപ്പോൾ ആ ചേട്ടനാണ് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. ആ ചേട്ടൻ്റെ ചിറ്റ എൻ്റെ റെസിപ്പി പറഞ്ഞു തന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് വയ്ക്കുന്നത് ശരിയാണോ, ഇതിനായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കഥ ശരിയാണോ ഒന്നും അറിയത്തില്ല. ഒരുപാട് പേര് ഇന്നലെ ഞാൻ ഇത് സാധനം വയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. കുംഭഭരണിക്ക് വയ്ക്കുന്നതാണ് ചെട്ടിക്കുളങ്ങര കൊഞ്ച് മാങ്ങാക്കറി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ട്രിവാൻഡ്രംകാർക്കൊക്കെ, ചെട്ടിക്കുളങ്ങര അല്ലാത്തവർക്കൊക്കെ അറിയാവുന്നവരുണ്ടാവില്ല ഇങ്ങനെ വയ്ക്കുന്നത്. അപ്പോൾ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആ ചേട്ടൻ പറഞ്ഞു തന്ന രീതിയിൽ ഒന്നെങ്ങനെയാണെന്നുള്ളത് വച്ച് കാണിച്ചു തരാവേ. നമ്മുടെ ഉണക്ക ചെമ്മീൻ എടുക്കുക. അതേ കുറച്ച് വലുതാണ് എടുക്കേണ്ടത്. എൻ്റെ കുഞ്ഞ് ചെമ്മീൻ പൊടി കിട്ടും, അത് വാങ്ങുന്നത്. അത് ചമ്മന്തിക്കൊക്കെയാണ് എടുക്കുന്നത്. ഇത് കുറച്ച് വലിയ സൈസാണ് വാങ്ങുന്നത്. പേഴ്സണലി എനിക്ക് വലിയ കൊഞ്ച് എനിക്ക് ഇഷ്ടമേ അല്ല. ഉണക്ക കൊഞ്ച് കേട്ടോ, അതിനകത്തൊന്നും ഉണ്ടാകത്തില്ല. മുകളിലുള്ള തോട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഈ സംഭവം വാങ്ങാറില്ല. പക്ഷേ ഇതിന് ഈ ഒരു കുറച്ച് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് കുറച്ച് ചെമ്മീൻ വാങ്ങി അതിനെ വറുത്തെടുക്കുക. വറുത്ത ശേഷമാണ് കഴുകിയെടുക്കുന്നത്. ഒരുപാടങ്ങ് കരിച്ചൊന്നും കളയരുത്, ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി. അങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്, എനിക്കറിയാവുന്ന കാര്യം, ഒരു പാവപ്പെട്ട ഒരമ്മ ഉണക്ക കൊഞ്ചും മാങ്ങയൊക്കെ ഇട്ട് ഇത് വറ്റിച്ചാട്ടോ വയ്ക്കുന്നത്. കറിയായിട്ടല്ല വയ്ക്കുന്നത്, വറ്റിച്ചാണ് വയ്ക്കുന്നത്. അങ്ങനെ ആ അമ്മ ഇത് അടുപ്പത്ത് വെച്ച ശേഷം അവിടെ കുംഭഭരണി എന്തോ നടക്കുമായിരുന്നു. അങ്ങനെ അമ്മ അമ്പലത്തിലേക്ക് പോവാണ്. ഇതൊന്ന് നോക്കിക്കൊള്ളണേന്ന് ഇങ്ങനെ, ദേവി ഇതൊന്ന് നോക്കിക്കൊള്ളണേ, ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്നെന്തോ പറഞ്ഞിട്ട് അമ്മ പോയിട്ട് അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കണ്ട് ആസ്വദിച്ചെല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ വന്നപ്പോഴേക്കും എനിക്ക് മെനിങ്ങാന്ന് പറ്റിയതുപോലെ 3 മണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മ ഓർമ്മിച്ചു, എൻ്റെ മീൻകറി കരിഞ്ഞു പോയിട്ടുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് അമ്മ ഓടി ചെന്നപ്പോഴേക്കും ഇലയിട്ട് മൂടി ഈ ചട്ടി അടുപ്പത്തുനിന്ന് താഴെ ഇറക്കി വച്ചിരിക്കണമെന്ന്. എന്തൊരു അതിശയമാണ് ഈ അമ്മ ഇങ്ങനെ മനസ്സിൽ കരുതിയപ്പോൾ ദേവി വന്നിട്ട് പറഞ്ഞു, നീ എന്നോട് നോക്കാൻ പറഞ്ഞിട്ടല്ലേ പോയത് എന്ന് പറഞ്ഞു. അതിനുശേഷമെല്ലാം കുംഭഭരണിക്ക് ഈ ഒരു കൊഞ്ച് മാങ്ങാക്കറി എല്ലാ വീടുകളിലും വയ്ക്കാറുണ്ട് എന്നാണ് എനിക്കറിയാവുന്നൊരു ഐതിഹ്യം. അത് ശരിയാണോ തെറ്റാണോ, എത്രത്തോളം ആ കഥയിൽ ഞാൻ പറഞ്ഞത് സത്യമുണ്ട് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ശരിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, തെറ്റാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേര് ഇന്നലെ ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ എന്നെ തിരുത്തിയത്, ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നുള്ള രീതിയിൽ തിരുത്തിയൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാം എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന വീഡിയോയിൽ വച്ചത് ശരിയല്ലെങ്കിലോ ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലെങ്കിലോ ഒന്ന് ക്ലിയർ ചെയ്തേക്കുക. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ ചെമ്മീൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക, കരിയാണ്ട് നല്ല രീതിയിൽ വറുത്തെടുക്കുക. ഈ ചെമ്മീൻ വാങ്ങിയിട്ട് നമുക്ക് കഴുകാൻ പോലും പറ്റത്തില്ല കേട്ടോ. അതിൻ്റെ മീശയും മുള്ളും ഒക്കെ ഇങ്ങനെ കയറി കുത്തിക്കൊണ്ടേയിരിക്കും. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല, ഈ കൊഞ്ച് വാങ്ങുന്നതേ ഇഷ്ടമല്ല. പക്ഷേ ഇതിന് ഇങ്ങനെയാണ് വയ്ക്കുന്നത്. ഇത് വാങ്ങിയാൽ ഞാൻ മിക്കവാറും ചമ്മന്തി അരയ്ക്കാറാണ് പതിവ്, അല്ലാതെ വേറൊന്നും ചെയ്യാറില്ല. ചിലപ്പോൾ അതുകൊണ്ടാവാം ഈ കുഞ്ഞ് ചമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കൊഞ്ചിപ്പൊടി ഉണ്ട്, അത് വാങ്ങി ചമ്മന്തി അരച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ഇങ്ങനെയുള്ള കറികൾ വയ്ക്കാനായിരിക്കും ടേസ്റ്റ്. അങ്ങനെ നമ്മൾ ഇതിനെ വറുത്തെടുത്ത ശേഷം ഇതിനോടൊപ്പം പച്ച മാങ്ങ വേണം കേട്ടോ. മാങ്ങ ഉണ്ടെങ്കിലാണ് ഇത് വറ്റിച്ച് വയ്ക്കുന്നത്. നമ്മൾ സാധാ ഉണക്കമീൻ വയ്ക്കും പോലെ തന്നെ മാങ്ങയെല്ലാം ഇട്ട് ഉണക്കമീൻ വയ്ക്കില്ലേ, അതുപോലെ തന്നെ അതിനെ വറ്റിച്ചൊരു തോരൻ ടൈപ്പിൽ വയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ പിന്നെ ആ ഒരു കറിയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനെ മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് മാറ്റുകയാണ്. ഈ ചട്ടിയിൽ തന്നെ വച്ചിരുന്നാൽ വീണ്ടും അങ്ങ് മൂത്ത് പോവും. അതുകൊണ്ട് വേറൊരു ചട്ടിയിലേക്ക് അതിനെ ഷിഫ്റ്റ് ചെയ്യുകയാണ്.
ശരിക്കും പറഞ്ഞാൽ അമ്മ ഇതിൻ്റെ സ്റ്റോറിയൊക്കെ ലൈവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ വോയിസും നിങ്ങളാരും കേട്ടിട്ടില്ലല്ലോ, അപ്പോൾ അതെല്ലാം ഇടാമെന്നാണ് കരുതിയത്. പക്ഷേ പുറത്തെ മഴയുടെ ശബ്ദവും അപ്പുറത്തെ പണിയും എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര ഒരു ചളകുളമായിട്ട് ഭയങ്കര ബഹളം. നിങ്ങൾക്കത് ക്ലിയർ ആവുന്നില്ല വോയിസ്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യാമെന്ന് കരുതിയത്. ഇന്നലെ ആരോ കമൻറ്റ് ചെയ്തിരുന്നു, ചേച്ചി അമ്മ ചിരിക്കുന്നില്ല, ഒന്ന് ചിരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. അമ്മ എപ്പോഴും ഇങ്ങനെ കേട്ടോ. പിന്നെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ അതിലങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാവാം ചിരിക്കാതെ അങ്ങനെ നിൽക്കുന്നത്. ചിരിക്കൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട് ജാടയായിരിക്കും ചിലപ്പോൾ. ഞാൻ പറയും അമ്മയുടെ വീഡിയോസിനൊക്കെ ഭയങ്കര ഫാൻസാണ്, കോമളത്തിന് ഭയങ്കര ഫാൻസാണ് എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ജാടയായിരിക്കും കേട്ടോ. ചുമ്മാ ജാടയൊന്നുമല്ല. അമ്മ അങ്ങനെയാണ് ജോലിയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുമോ, അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് പറ്റുന്നതാണ് കേട്ടോ. അല്ലാത്ത ചിരിക്കാത്ത ആളൊന്നുമല്ല അമ്മ. അപ്പം നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ചട്ടിയിലേക്ക് വേറൊരു ചട്ടിയിലേക്ക് മാറ്റുകയാണ്. ഈ ചട്ടിയാണ്, ആ കറുത്ത ചട്ടിയാണ് കഴിഞ്ഞ ദിവസം 3 മണിക്കൂർ അടുപ്പത്തിരുന്ന് കരിഞ്ഞ ചട്ടി. പക്ഷേ ചട്ടിക്ക് ഒന്നും പറ്റിയില്ല കേട്ടോ. അത്രയും നല്ല ചട്ടിയായിരുന്നു ഇത്. ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്ന് വാങ്ങിയതാണ്. ഞങ്ങൾ അടിമാലി പോയപ്പോൾ കുറേ നാളായി. അടിമാലിയിലല്ല, ഞങ്ങൾ മൂകാംബികയിൽ പോകുമ്പോൾ അടിമാലി പോയപ്പോൾ തന്നെ അമ്മായിയുടെ വീട്ടിൽ പോയപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് ഇതിൻ്റെ ഒരു വലിയ ചട്ടിയും വാങ്ങി കേട്ടോ. അത്രയ്ക്ക് സ്ട്രോങ് ചട്ടിയാണ്, ഒന്നും ചെയ്തില്ല. 3 മണിക്കൂർ അടുപ്പത്തിട്ട് ഇങ്ങനെ കരിഞ്ഞിരുന്നിട്ട് അതൊന്നും ചെയ്തില്ല. ഞാനിപ്പോൾ നെട്ടയത്താണുള്ളത്. ഒരു സൈഡിൽ ഭയങ്കര പട്ടി കുറച്ചിൽ, ഒരു സൈഡിൽ അപ്പുറത്തെ ചേച്ചിമാർ മുറ്റം അടിച്ച് വരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ശബ്ദം ഇതിൻ്റെ കൂട്ടത്തിൽ കേൾക്കുന്നുണ്ടാവും. എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, അവരൊരു വീട്ടിൽ അവരവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് ചേച്ചി ഇപ്പോൾ അടിച്ച് വരുന്നത് ഇങ്ങനെ ഡബ് ചെയ്തോട്ടെ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ ശബ്ദങ്ങളെല്ലാം ഉണ്ടാവും കേട്ടോ. രാവിലെ എണീറ്റിരുന്ന് ഡബ് ചെയ്യുന്നതാണ്, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണേ. അപ്പോൾ ആ ചട്ടിയിൽ നിന്ന് കോരി മാറ്റി വേറൊരു ചട്ടിയിൽ ഈ ചെമ്മീൻ വറുത്തതിട്ട ശേഷം അതിനൊന്നിങ്ങനെ അമ്മ ചെയ്യും പോലെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഈ മീശയൊക്കെ ഉണ്ടെങ്കിൽ, മീശയും ഈ കൊമ്പൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പൊടിഞ്ഞു പോവും. ഞാൻ ഈ സാധനം എനിക്ക് കയ്യിലൊക്കെ പൊത്തു കയറുമായിട്ട് ഞാനതിൽ തൊടാനൊന്നും പോയില്ല. പക്ഷെ വറുത്ത് വന്നപ്പോഴേക്കും അതിൻ്റെ കൊമ്പും മീശയൊക്കെ ഒടിഞ്ഞ് അതിൽ തന്നെ അങ്ങനെ കിടക്കുകയാണ്. ആ ചട്ടിയിലങ്ങ് വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അധികം കയ്യിൽ കുത്തത്തില്ല. അമ്മ തേങ്ങ ചിരകുകയാണ് അടുത്ത് നമ്മുടെ കൊഞ്ചിന് വേണ്ടിയിട്ട്. ഞാൻ അവിടെ മീൻ കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ മറന്നുപോയി. ഇപ്പോഴും അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര സ്മെല്ല്. അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലീൻ ചെയ്തിട്ട് വന്നത് ഞാൻ തേങ്ങ ചിരകി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ നിന്ന് ചിരകുകയാണ്. അമ്മയ്ക്ക് ഈ സാധനത്തിൽ നിന്ന് തേങ്ങ ചിരകുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയില്ല, ഇരുന്നുകൊണ്ട് ചെയ്യുന്നതാണ് ശീലം. അതുകൊണ്ട് ഇതത്ര പറ്റുന്ന കാര്യമല്ല. ഞാൻ വന്നിട്ട് ചെയ്യാമെന്ന് പറയുന്നതിന് മുന്നേ അമ്മ തന്നെ അങ്ങ് ചെയ്തു കേട്ടോ. ഇതാണ് എന്നെക്കൊണ്ട് പറ്റത്തുള്ളൂ, എന്നെക്കൊണ്ട് ഇരുന്നിട്ട് ഒട്ടും പറ്റത്തില്ല, എങ്ങനെയാണെന്ന് ഒരു പിടിയുമില്ല. പക്ഷേ ഇത് പിന്നെ നിന്നുകൊണ്ട് കുഴപ്പമില്ലാണ്ടമ്മ അങ്ങ് ചെറിയ എടുത്ത കേട്ടോ. എന്നിട്ട് ഞാൻ നമ്മുടെ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത ശേഷം നമ്മുടെ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ വറുത്ത ശേഷമാണ് ചെമ്മീൻ കഴുകി എടുക്കേണ്ടത്. നല്ലതുപോലെ കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഈ അതിൻ്റെ കൊമ്പൊക്കെ ഉണ്ടെങ്കിൽ വറുക്കുമ്പോൾ അതങ്ങോട്ടേക്ക് പോകുന്നതുകൊണ്ട് കഴുകിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. അധികം കയറി കയ്യിൽ കുത്തത്തില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ കുത്തും കേട്ടോ. എനിക്ക് അതുകൊണ്ടാണ് ഈ സാധനം വാങ്ങുന്നത് ഇഷ്ടമല്ലാത്തത്. കയ്യിൽ ഭയങ്കര സൂചി പോലെ ഇങ്ങനെ കുത്തി കയറും. അങ്ങനെ ചെമ്മീൻ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. നല്ലൊരു കമൻറ്റ് ഉണ്ട്, ചേച്ചി ചെമ്മീനൊന്നും പച്ചക്കെടുത്ത് കഴിക്കരുതേ, ഇതിൻ്റെ വൃത്തി കണ്ടാൽ നിങ്ങൾ വാങ്ങത്തില്ല എന്ന്. ആയിരിക്കാം, പക്ഷേ എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെ കേട്ടോ. എല്ലാ സാധനങ്ങളും നമ്മൾ വിശ്വസിച്ച് കഴിക്കുന്ന അരിയിൽ വരെ മായമുണ്ട്. ഇത് മായമൊന്നുമല്ല, വൃത്തിഹീനമായിട്ടാണ് ഉണക്കമീൻ ഉണക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമീൻ. അതുകൊണ്ട് പച്ചക്ക് കഴിക്കണമെന്നല്ല, കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. ഈ കൊഞ്ചുപൊടി വാങ്ങിയാലും ഞാൻ കഴുകി വറുത്തിട്ട് എടുക്കാറുള്ളൂ, കഴുകാണ്ട് എടുക്കരുത്. നമ്മുടെ അമ്മ പിക്കിളിൻ്റെ ഓർഡറൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഈ ചമ്മന്തിപ്പൊടിയുടെ ഓർഡർ വരാറുണ്ട്. നമ്മളും നന്നായിട്ട് കഴുകി ഉണക്കി മാത്രമേ ആ ചമ്മന്തിപ്പൊടിയും കൊടുക്കാറുള്ളൂ, അല്ലാതെ നമ്മൾ എടുക്കത്തില്ല. നമ്മൾ കഴിക്കുന്നതായാലും വേറെ ആര് കഴിക്കുന്നതായാലും നമ്മളത് നീറ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ അത് നമുക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്, ഒരു മനസ്സിനൊരു വിഷമം തോന്നില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാ സാധനവും മുളക് വരെ കഴുകിയാണ് എടുക്കുന്നത്. വറ്റൽമുളക് വാങ്ങിയാൽ അതുവരെ കഴുകി തന്നെയാണ് അമ്മ ഇടുന്ന പിക്കിൾ. മീൻസ് പുറത്ത് കൊടുക്കുന്ന പിക്കിളാണെങ്കിൽ കൂടിയും നമ്മൾ മുളക് കഴുകി ഉണക്കിയിട്ട് തന്നെയാണ് അമ്മയുടെ പിക്കിളിൽ കൊടുക്കുന്നത് കേട്ടോ, പുറത്ത് കൊടുക്കുന്നത്. നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ കഴുകി മാക്സിമം എടുത്തിട്ട് തന്നെയാണ് എടുക്കുന്നത്. എത്ര കൊള്ളില്ല എന്ന് പറഞ്ഞാലും കഴിക്കാണ്ടിരിക്കാൻ തോന്നില്ല, അതാണ് സത്യം. അപ്പോൾ നമുക്ക് ഈ കൊഞ്ച് മാങ്ങാക്കറിക്ക് വേണ്ട സാധനങ്ങൾ പറയാം. മാങ്ങ, കുറച്ച് കൊച്ചുള്ളി, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ള മല്ലിപ്പൊടി കേട്ടോ. മല്ലിപ്പൊടിയൊന്നും ഒരുപാട് മീനിടുമ്പോൾ വേണ്ട, ഒരു നുള്ള മല്ലിപ്പൊടി മതി. അപ്പോൾ ഉലുവാപ്പൊടി ഒന്നും വേണ്ട. നമ്മൾ സാധാ ഉണക്കമീൻ എങ്ങനെയാണോ വയ്ക്കുന്നത് അതുപോലെ തന്നെയാണ്. അത്രയ്ക്കും വേണ്ടി അരയണ്ട. പുളിക്ക് പകരം ഇവിടെ മാങ്ങയാണ് ഇടുന്നത്.
ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെ തന്നെ കേട്ടോ. സപ്പോസ് മാങ്ങ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ലേശം പുളിയുടെ ഇടാം. മാങ്ങ തന്നെയാണ് കൂടുതൽ ഇടേണ്ടത്. അപ്പോൾ ചെമ്മീൻ കഴുകി എടുത്തിട്ടുണ്ട്. തേങ്ങ, കൊച്ചുള്ളിയൊക്കെ 2-3 കഷ്ണം മതി കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇടരുത്, കാരണം ചിലപ്പോൾ നമ്മുടെ ഈ ഉണക്കമീനിൽ ഉപ്പുണ്ടാകും. അത് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ചിട്ട് കൊടുക്കുക. എന്തായാലും ഉണക്കമീനിലൊന്നും ഈ ചെമ്മീനിലൊന്നും അധികം ഉപ്പുണ്ടാവില്ല, എങ്കിലും ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് അതനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം കുറച്ചിട്ടാൽ മതി, വേണേൽ നമുക്ക് പിന്നീട് ഇടാമല്ലോ. കുറച്ച് പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് കൊടുക്കുക. എൻ്റെ ഉടങ്കല്ലി മുളക് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അമ്മയോട് ഞാൻ ഇടേണ്ടതെന്ന് വെച്ചപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, പച്ചമുളക് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഉടങ്കല്ലി മുളക് ഇല്ല, കഴിഞ്ഞു, തീർന്നു. കള്ളിക്കാട് നിന്ന് കൊണ്ടുവന്നതും എല്ലാം കഴിഞ്ഞു, അതുകൊണ്ട് മുളകുമില്ല. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക. മാങ്ങ, മെയിനായിട്ട് മാങ്ങ, കൊഞ്ച് മാങ്ങ കറി എന്നല്ലേ പറയുന്നത്. അപ്പോൾ മാങ്ങയാണ് മെയിനായിട്ട് നമ്മൾ കൊഞ്ചിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അമ്മയ്ക്ക് കൈ കൊണ്ട് അരിയുന്നത് അത്ര വശമില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു മാങ്ങ അവിടെ വയ്ക്കുക, ഞാൻ അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അരിഞ്ഞ് കൊടുക്കുകയാണ്. ഈ കത്തി നല്ല മൂർച്ചയുള്ളതാണ്, ഒന്ന് കയ്യിൽ തൊട്ടാൽ മതി, ചിലപ്പോൾ കീറിക്കൊണ്ട് പോകുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു അവിടെ വെച്ചേക്കും, ഞാൻ അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അരിഞ്ഞ് കട്ട് ചെയ്ത് കൊടുക്കട്ടെ മാങ്ങ. ഇത് ഇന്നലെ ഞാൻ ചാലയിൽ നിന്ന് വാങ്ങിയ മാങ്ങയാണ്. കണ്ടപ്പോഴേ ഒരു പഴുത്ത ഫീലുണ്ട്. അങ്ങനെ ഒരെണ്ണം വായിൽ വെച്ച് നോക്കിയപ്പോൾ അസലായിട്ട് പഴുത്ത മാങ്ങ കേട്ടോ. പഴുത്ത മീൻസ് ഒരുപാട് പഴുത്ത് പോയില്ല, പക്ഷെ മധുരമുള്ള മാങ്ങ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ മാങ്ങ ഉണ്ട്, എന്നിട്ടൊരു സേഫ്റ്റി സൈഡിനാണ് ഇത് വാങ്ങിയെന്ന്. ഭാഗ്യത്തിന് ആ പഴയ മാങ്ങ ഉണ്ടായിരുന്നു, അതാണ് ഞങ്ങൾ ഇട്ടത് കേട്ടോ. പക്ഷേ ഇത്രയും മാങ്ങ തികയുമോയെന്ന് അറിയത്തില്ല. പുളി കുറച്ച് കുറവാണ് ഈ മാങ്ങയ്ക്ക്. പിന്നെ പുളി കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ തലേ ദിവസമേ ഈ മാങ്ങ വെള്ളത്തിലിട്ട് വയ്ക്കുക, പുളിയൊന്ന് മാറാനായിട്ട്. ഇതിപ്പോൾ പുളിയൊന്നും ഇല്ലാത്ത മാങ്ങയാണ്. കൂടുതലും ഈ നീളം ടൈപ്പ് മാങ്ങയാണ് കൊഞ്ച് മാങ്ങ കറിക്ക് ഇടുന്നത് എന്ന് ഈ ഗോപൻ ചേട്ടൻ്റെ ചിറ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ മീൻ വയ്ക്കുന്നത് പുതിയ ചട്ടിയിലാണെന്നും പറഞ്ഞു കേട്ടോ. പുതിയ ചട്ടിയിൽ വെച്ചാൽ നമ്മളിവിടെ ചട്ടിയെല്ലാം പഴക്കി എടുത്തിട്ടല്ലേ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ ചട്ടിയുടെ ഒരു ചെവ വരും കേട്ടോ. പുതിയ ചട്ടിയുടെ ഒരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിയ ചട്ടി എടുത്തില്ല. മറ്റത് ദേവിക്കൊക്കെ കണക്കാക്കി വെക്കുന്നത് കൊണ്ടാവാം. എല്ലാ കുംഭഭരണിയിലും ഭരണി ദിവസം, ഭരണി നാളിൽ, കുംഭമാസത്തിലെ ഭരണി നാളിൽ ദേവിക്ക് ഇത് വയ്ക്കും എന്നാണ് പറയുന്നത്. വീടുകളിൽ ഇത് വയ്ക്കും. അപ്പോൾ ദേവിക്ക് വയ്ക്കുന്നത്, ദേവിയെ സങ്കല്പിച്ച് വയ്ക്കുന്നത് കൊണ്ടാവാം പുതിയ ചട്ടിയിൽ വയ്ക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ പഴയ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്, കാരണം ഈ പുതിയ ചട്ടിയുടെ ഒരു ചെവ വരും എന്നുള്ള രീതിയിൽ. അപ്പോൾ പുതിയ ചട്ടിയിലാണ് വയ്ക്കുന്നത്. അതുപോലെ മാങ്ങ അധികം പുളിയാണെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ അരിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ ഇട്ടേക്കും, ആ പുളി അങ്ങ് മാറി കിട്ടാനായിട്ട്. അല്ലെങ്കിൽ മാങ്ങ കുറച്ച് ഇട്ടാലും മതിയല്ലേ. പക്ഷേ ഈ മാങ്ങയും ചെമ്മീനും കൂടെ എടുത്ത് കഴിക്കാനാട്ടോ കുറച്ച് ടേസ്റ്റ് കൂടുതൽ. അതുകൊണ്ട് മാങ്ങ കുറച്ച് കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ പഴയ മാങ്ങയിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പുളി കിട്ടുമോ ഇല്ലയെന്ന് അറിയത്തില്ല. ഈ മാങ്ങ അധികം പുളി ഇല്ലാത്തൊരു മാങ്ങ കൂടിയാണ്, അതുകൊണ്ട് എന്താണ് സംഭവം എന്നറിയില്ല. ഇല്ലെങ്കിൽ ലേശം പുളി അരച്ച് ചേർക്കാം എന്ന് കരുതി കേട്ടോ. അങ്ങനെ മാങ്ങ കുറച്ച് കട്ട് ചെയ്തു. തേങ്ങ അരയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരുമിച്ച് ചട്ടിയിലിട്ട് വെച്ച് വേവിക്കുക എന്നുള്ളൊരു പരിപാടിയുള്ളൂ. പിന്നെ തേങ്ങ അരയ്ക്കണം കേട്ടോ. തേങ്ങ ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട, ഒരു തോരൻ ടൈപ്പിന് ചതയ്ക്കും പോലെ അങ്ങ് ചതച്ചെടുക്കുക. അരയാണ്ട് തോരന് നമ്മൾ അരച്ചെടുക്കും പോലെ അരയ്ക്കുക. ചട്ടി വെച്ചിട്ട് എല്ലാം മിക്സ് ചെയ്യുക. ഉണക്കമീൻ, നമ്മുടെ മാങ്ങ, കറിവേപ്പില ഇടണം കേട്ടോ. കറിവേപ്പില അരയ്ക്കുന്നതിലിട്ടാലും മതി, ഇതിലിട്ടാലും മതി. കുറച്ച് പച്ചമുളക്, ഇത് മൂന്നും കൂടി നമ്മുടെ ചട്ടിയിലിടുക. ശേഷം നമ്മുടെ അരപ്പ്, തേങ്ങ, കൊച്ചുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മല്ലിപ്പൊടി, കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് അരച്ചൊരു അരപ്പ്. പുളി കുറവാണെങ്കിൽ പിന്നീട് നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ പുളിയൊന്നും ഇട്ടിട്ടില്ല. അതിനെ ഇങ്ങനെ തട്ടിക്കൊടുത്തിട്ട് ലേശം വെള്ളം ഒഴിച്ച് വേവാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഉപ്പ് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ടല്ല, ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, ഞാൻ പറയില്ലേ വറ്റിച്ചാണ് എടുക്കുന്നത്, അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളം മതി. ഒരുപാട് വെള്ളം ആയാലും കറി ആയിപ്പോവും. ഇതൊരു തോരൻ പോലെയാണ് കൊഞ്ച് മാങ്ങ കറി വയ്ക്കുന്നത് അല്ലേ, ശരിയല്ലേ? ഓരോ കാര്യങ്ങളും ഞാനിങ്ങനെ ചോദിക്കുകയാണ്, കാരണം നമ്മളിതിൻ്റെ എക്സ്പേർട്ട് അല്ലല്ലോ, ട്രിവാൻഡ്രം അല്ലേ. അപ്പോൾ അറിഞ്ഞു കേട്ട ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ പേര് കൊഞ്ച് മാങ്ങ കറി എന്നാണ്. ഞാൻ കരുതി പച്ച കൊഞ്ചിലാണ് വയ്ക്കുന്നത് എന്ന്, ഉണക്ക കൊഞ്ചിലാണെന്ന് പിന്നീട് അറിഞ്ഞു കേട്ടോ. അപ്പോൾ കൊഞ്ച് മാങ്ങ കറി എന്നാണ് പേരെങ്കിലും തോരൻ പോലെയാണ് വയ്ക്കുന്നത്. നമ്മുടെ ചെട്ടികുളങ്ങര ദേവിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. കുംഭമാസത്തിലെ ഭരണി നാളിലെ ഉത്സവ സമയം എന്തോ വയ്ക്കുന്നതാണ് ഈ സംഭവം. അല്ലാത്ത വീടുകളിൽ വയ്ക്കുമെന്ന് എനിക്കറിയില്ല. ഈ ഭരണി നാളിൽ ഉറപ്പായിട്ടും എല്ലാ വീടുകളിലും ഈ ഒരു കൊഞ്ച് മാങ്ങാക്കറി വയ്ക്കാറുണ്ട്. പുതിയ ചട്ടിയിലാണ് വയ്ക്കുന്നത്, മാങ്ങയിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ ഏകദേശം എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഉണക്കമീൻ ലവേഴ്സിനെല്ലാം ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. എനിക്ക് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കഴിക്കും എന്നുള്ളൊരു ഇതിൽ തന്നെയാണ്.
പിന്നെ ഈ ഉണക്കായി കൊഞ്ച് ഞാൻ പറഞ്ഞത് എനിക്ക് അത്ര താല്പര്യമില്ലാത്ത കൊഞ്ചാണ്. പിന്നെ ഇങ്ങനെ വയ്ക്കുന്നതുകൊണ്ട് എങ്ങനെയാവും ടേസ്റ്റ് ഒന്നും അറിയത്തില്ല. ഞാനിത് ഇങ്ങനെ വച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ഈ ചെമ്മീൻ ചമ്മന്തി അരയ്ക്കാറാണ് പതിവ്. ഈ ചെമ്മീനല്ല, ചെറിയ ചെമ്മീൻ. അപ്പോൾ അമ്മ പറയാണ് മറ്റേ ചെമ്മീൻ ഇവിടെയും തോരനൊക്കെ വയ്ക്കാറുണ്ട് എന്നിങ്ങനെ പറയാണ്. പക്ഷെ മാങ്ങ ഇടാതെയാണ് വയ്ക്കുന്നത്. ഇതിൽ മാങ്ങ കൂടി അഡീഷണൽ ഇട്ടുവെന്നേ ഉള്ളൂ. പിന്നെ ഉണക്കമീൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ മാങ്ങ ഇട്ട് വയ്ക്കാറുണ്ട് കേട്ടോ. തോരനൊന്നും വയ്ക്കുമ്പോൾ അങ്ങനെ വയ്ക്കാറില്ല. അങ്ങനെ നമ്മുടെ കൊഞ്ച് തിളച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കറിവേപ്പിലൂടെ അതിൻ്റെ മുകളിലിട്ട് കേട്ടോ. ഇത് ഫുൾ വറ്റണം, വറ്റിയിട്ടാണ് എടുക്കുന്നത്. ഉപ്പ് നോക്കാൻ പാടില്ല അതിനിടയ്ക്ക് അല്ലേ, അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഉപ്പ് നോക്കാൻ പാടില്ല. ഞാനിപ്പോൾ അത്രയും ദേവിക്കായിട്ട് സമർപ്പിക്കുന്നതല്ലല്ലോ, അതുകൊണ്ട് ഉപ്പ് നോക്കുകയാണ്. പിന്നെ ഇട്ട് ഇളക്കി എപ്പോഴും ഇളക്കാനൊന്നും പാടില്ല കേട്ടോ, എങ്കിൽ മാങ്ങയൊക്കെ അങ്ങ് ഉടങ്ങി പോവും. ഇതിപ്പോൾ നമ്മൾ അത്രയും ഇതായിട്ട് വയ്ക്കുന്നതല്ല, ദേവിക്കായിട്ട് വയ്ക്കുന്നതല്ലാത്തത് കൊണ്ട് ഞാനൊന്ന് ഉപ്പ് നോക്കി. കുറച്ച് പുളി കൂടെ ആവശ്യമുള്ളതുപോലെ തോന്നി കേട്ടോ. ഞങ്ങളുടെ കയ്യിൽ മാങ്ങ തീർന്നു പോയി. മറ്റു മാങ്ങ ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും മധുരം തോന്നും. അതുകൊണ്ട് ആ പുളി ഇടുന്നില്ല, മീൻസ് ആ മാങ്ങ ഇടുന്നില്ല. കുറച്ച് പുളി അരയ്ക്കാം എന്ന് കരുതി. അരയ്ക്കുന്നതല്ല, കുറച്ച് പുളി കൂടെ അതിലേക്ക് ഇടാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് പുളി ഞങ്ങൾ ഇട്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് പുളിയും ഉപ്പും ഒക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൊഞ്ച് മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഈ സമയം ഞാൻ ചക്ക വാങ്ങാൻ പോയി. ശരിക്കും പറഞ്ഞാൽ ഏട്ടൻ രാവിലെ ചക്ക, ഞാൻ പറഞ്ഞ ഏട്ടാ ചക്ക കൂടെ വേണം, ഈ മീനൊക്കെ വയ്ക്കുന്നതില്ലേ, ഉണക്കമീനൊക്കെ വയ്ക്കുന്നത്, എനിക്ക് ഉണക്കമീൻ ഉണ്ടെങ്കിൽ ചക്ക കൂടിയേ തീരൂ. അങ്ങനെ ഏട്ടനെ പറഞ്ഞിട്ടപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇവിടെ എങ്ങും ചക്ക ഇല്ലയെന്ന്. അപ്പോൾ എനിക്ക് ഏട്ടൻ കള്ളം പറഞ്ഞതുപോലെ തോന്നിയത് കൊണ്ട് ഈ മീൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു ഒന്ന് നോക്കിക്കൊള്ളണേ, ഏട്ടനോടല്ല അമ്മയോട് പറഞ്ഞ് നോക്കിക്കൊള്ളണേ, ഏട്ടനോട് വീഡിയോ എടുക്കാനും പറഞ്ഞിട്ട് ഞാൻ ചക്ക വാങ്ങാൻ പോയി. നാണം കെട്ടുപോയി കേട്ടോ, ചക്ക ഉണ്ടായിരുന്നില്ല സത്യമായിരുന്നു. അങ്ങനെ ഏട്ടൻ പറഞ്ഞു ഇപ്പോൾ കിട്ടിയാ ഞാൻ വലിയൊരു കുട്ട എടുത്തുകൊണ്ട് വരട്ടെ ചക്ക കൊണ്ടുപോകാനെന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വഴിയിൽ നിന്ന് കത്തിരിക്ക വാങ്ങി. അമ്മ ഒരു കത്തിരിക്ക ചമ്മന്തി, കത്തിരിക്കയും കാന്താരിയൊക്കെ വെച്ചിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കും കേട്ടോ. അതുണ്ടാക്കാമെന്ന് കരുതിയിട്ട് കത്തിരിക്ക വാങ്ങി. പിന്നെ കുറച്ച് ഉഴുന്നുവടയും പഴംപൊരിയും ഇത് മുട്ട ബജി, പഴംപൊരി, പഴക്കേക്ക്, 3 സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ട് വന്നു ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് 10 മണിക്ക്. അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് വന്ന് ഞാൻ നോക്കിയപ്പോഴേക്കും നമ്മുടെ കൊഞ്ച് കറി ഓഫ് ചെയ്തു. വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊഞ്ച് മാങ്ങാക്കറി ഓഫ് ചെയ്തിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടേ. ഞാനിതിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഞാൻ നേരത്തെ ഉപ്പ് നോക്കിയതേ ഉള്ളൂ. കൊഞ്ചും മാങ്ങയും എല്ലാം കൂടി വെച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. കൊഞ്ചും മാങ്ങയും കൂടെ വെച്ച് കഴിച്ചപ്പോഴാണ് ഭയങ്കര ടേസ്റ്റ്. കൊഞ്ച് മാത്രമായിട്ട് കഴിച്ചപ്പോൾ അത്രയും ഇല്ല, ആ കൊഞ്ചും മാങ്ങയും കൂടെ കഴിച്ചപ്പോൾ പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു നല്ലൊരു ടേസ്റ്റ്. കുറേ മാത്രം ഞാനങ്ങ് കഴിച്ചു കേട്ടോ. മീൻസ് ഉപ്പ് നോക്കി കുറേ കഴിച്ചായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഉണക്കമീൻ ലവർ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് കൂടുതൽ കഴിച്ചു. പക്ഷെ കുറച്ചുകൂടെ മാങ്ങ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാണ് കേട്ടോ. മാങ്ങ കുറച്ച് കുറഞ്ഞു പോയി. അല്ലെങ്കിൽ ചെമ്മീൻ കുറച്ചിട്ടാൽ മതിയായിരുന്നു. പക്ഷെ നമ്മളതിൽ മാങ്ങ ഉണ്ട് എന്ന് കരുതിയിട്ടല്ലേ കൊഞ്ച് നമ്മൾ വറുത്തെടുത്തത്. എങ്കിലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ മാങ്ങയും കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അങ്ങനെ കത്തിരിക്ക നമ്മൾ കള്ളിക്കാട് വീട്ടിലെ അമ്മ കനലിൽ അടുപ്പത്ത് എപ്പോഴും തീ ഉണ്ടാവുമല്ലോ, ആ കനലിലിട്ട് ചുട്ടെടുക്കും. ഇവിടെ കനലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. നമ്മുടെ പഴക്കേക്ക് ഞാൻ വന്നുടനെ കഴിക്കുകയാണ്. ഇന്നലെ ഒരു കമൻറ്റ് ഉണ്ട്, ശ്രീകുട്ടി ബോൾ കണക്കെ ആയി കഴിച്ചാണോ എന്ന്. കഴിച്ച് തന്നെ കേട്ടോ, ബോൾ കണക്കെ ആയിട്ടുണ്ട് ഞാൻ. വണ്ണം വയ്ക്കും വീണ്ടും കുറയ്ക്കാം, വണ്ണം വയ്ക്കും വീണ്ടും കുറയ്ക്കും. അതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. അമ്മയൊക്കെ ഉള്ളപ്പോൾ എത്ര ഡയറ്റ് ചെയ്യാൻ നോക്കിയെല്ലാം നടക്കത്തില്ല. വീണ്ടും അത് പഴയപടിയാവും, അതാണ് പറ്റുന്നത്. എന്തായാലും വീണ്ടും ഞാൻ കഴിച്ച് ബോൾ കണക്കായി. അങ്ങനെ കത്തിരിക്ക ചുട്ടു. അതിൻ്റെ തോടെല്ലാം കളഞ്ഞ ശേഷം അതിനിങ്ങനെ ഉടച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഒരു 2-3 കൊച്ച് ഉള്ളി ചതച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഉള്ളി ചുടുകയൊന്നും വേണ്ട, ഉള്ളി വെറുതെ ചതച്ചിട്ടാൽ മതി. കത്തിരിക്ക മാത്രം തീയിൽ വെച്ച് ചുട്ടെടുക്കുക. അതിൻ്റെ തോട് ഭാഗം, മുകൾ ഭാഗം അങ്ങ് ഇളക്കി കളഞ്ഞിട്ട് കുറച്ച് ആ കുരുവൊക്കെ കുറേ അങ്ങ് കളയുക കേട്ടോ. ഒരുപാട് കുരുവൊക്കെ ഉണ്ടെങ്കിൽ, കത്തിരിക്കയുടെ കുരു ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞിട്ട് എടുക്കുക. എന്നിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഒപ്പം തന്നെ കാന്താരി മുളകും ചതച്ചെടുത്ത് കുറച്ച് ഉപ്പൂടിയിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. നമുക്കിനി ചെമ്മീനൂടെ വറുത്തെടുക്കണ്ടേ, ഫ്രഷ് ചെമ്മീൻ, പച്ച ചെമ്മീൻ വറുത്തെടുക്കണ്ടേ. പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈക്ക് വേണ്ടിയിട്ട്, അതിനെ വറുക്കാനായിട്ടിട്ടു. കത്തിരിക്കയും റെഡിയാണ്. കൊച്ചുള്ളിയും കാന്താരിയും ചുട്ട കത്തിരിക്കയും കൂടെ മിക്സ് ചെയ്തൊരു കത്തിരിക്ക ചമ്മന്തി. കഴിഞ്ഞ ദിവസം കള്ളിക്കാട് പോയപ്പോൾ ഇങ്ങനെ ചുട്ടു വെച്ചിരുന്നു, എന്ത് ടേസ്റ്റ് ആയിരുന്നെന്നറിയോ. പക്ഷേ ഇത് അത്രയും ടേസ്റ്റ് ഉണ്ടായില്ല. അപ്പോൾ അമ്മ പറയുകയാണ് അവിടെ കനലിലിട്ടാണ് ചുട്ടെടുത്തത്, അതുകൊണ്ടാവാം എന്ന് പറഞ്ഞു. ശരി കേട്ടോ, കനലിലിട്ട് ചുട്ടുകൊണ്ടാവാം, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതിന് ടേസ്റ്റ് ഉണ്ട്, പക്ഷേ അതിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ലഞ്ചിനുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ചക്ക കിട്ടിയില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. കൊഞ്ച് മാങ്ങാക്കറി, കൊഞ്ച് ഫ്രൈ, പിന്നെ നമ്മുടെ കത്തിരിക്ക ചമ്മന്തി, ഇത്രയേ ഉള്ളൂ, അധികമൊന്നുമില്ല. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടിരുന്നപ്പോഴേക്കും ചീമ ഒന്ന് വന്നു. ചീമ ജസ്റ്റ് ഒന്ന് ചുമ്മാ വെറുതെ വന്നതാ കേട്ടോ. അങ്ങനെ ചീമ പറഞ്ഞു, ഞാൻ ഇനി നിൻ്റെ വീട്ടിൽ വരത്തില്ല, എല്ലാ വീട്ടിലും എന്നെ ഗണപതിയെ പോലെ പിടിച്ചിരുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ചീമയുടെ വീട് പറഞ്ഞെങ്കിലും എടുത്ത് അവൾ വന്ന് കുറച്ച് സമയം ഇരുന്ന ശേഷം അവൾ പോയി. അവൾ മീനാക്ഷി ഉണ്ടായിരുന്നു. മീനാക്ഷി വീഡിയോ കയറുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ മീനാക്ഷി എടുത്തിട്ടില്ല.
അങ്ങനെ അവർ വന്ന് കുറച്ച് സമയം കഴിഞ്ഞു. മീനാക്ഷിക്ക് നമ്മുടെ കൊഞ്ച് മാങ്ങാക്കറി വേണമെന്ന് പറഞ്ഞ് കുറച്ച് ഞാൻ കൊടുത്തു വിട്ടായിരുന്നേ. അങ്ങനെ കൊഞ്ച് മാങ്ങാക്കറിയൊക്കെ കൊടുത്തു വിട്ട് അവർ പോയ ശേഷം ഞങ്ങൾ കഴിക്കാനായിട്ടിരിക്കുകയാണ്. വേദക്കിനി ഡാൻസ് ക്ലാസ് എല്ലാം ഉണ്ട്. ചോറും കൊഞ്ച് മാങ്ങാക്കറിയും ഉണക്ക കൊഞ്ച് മാങ്ങാക്കറിയും ചെമ്മീൻ ഫ്രൈയും കത്തിരിക്ക ചമ്മന്തിയൊക്കെ കൂട്ടി ഊണ് കഴിച്ചു. ഞാൻ കത്തിരിക്ക ചമ്മന്തിയൊന്നും എടുത്തില്ല, എനിക്ക് ഈ സാധനങ്ങളൊന്നും ഇഷ്ടപ്പെടത്തില്ല. നമ്മുടെ കൊഞ്ച് മാങ്ങാക്കറിയും ചോറും സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അതുപോലെ നമ്മുടെ ചെമ്മീൻ ഫ്രൈയും സൂപ്പറായിരുന്നു. വേദ ഫ്രൈ മാത്രം വെച്ചാട്ടോ കഴിച്ചത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ച് കഴിഞ്ഞ ശേഷം വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. എന്തായാലും അമ്മൂമ്മ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ നിൽക്കാത്തത് ഏട്ടൻ കൊണ്ടാക്കും. അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് ക്ലാസ്സിനെല്ലാം പോയി. പ്രാവശ്യം ലുലുവിലൊന്നും പോയില്ല. അമ്മ വന്നിട്ട് ലുലുവിലൊക്കെ പോകാമെന്ന് പറഞ്ഞ് നിന്നതാണ്, ഒന്നും നടന്നില്ല. അങ്ങനെ സ്നേഹപ്രകടനങ്ങൾ, അമ്മയും വേദയും ഒക്കെ ഉമ്മയും കെട്ടിപ്പിടുത്തവും. വേദയ്ക്ക് പിന്നെ ഒരു ഭയങ്കര വിഷമമാട്ടോ അവർ പോകുമ്പോൾ. ഇങ്ങനെ മുഖത്തൊന്നും നോക്കത്തില്ല വേദ, മുഖത്ത് നോക്കിയ കരച്ചിലൊക്കെ അവരായിട്ട് നോക്കത്തില്ല. അങ്ങനെ അമ്മൂമ്മയ്ക്കെല്ലാം ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞാനും അധികം ശ്രദ്ധിച്ചില്ല. വേദ ശ്രദ്ധിച്ച പിന്നെ എന്താടാ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര കരച്ചിലൊക്കെ ആവും. അങ്ങനെ ഞങ്ങൾ ടാറ്റ ബാബായ് പറഞ്ഞിറങ്ങുകയാണ്. ഇന്ന് കൊണ്ട് കള്ളിക്കാട് അമ്മയുടെ വീഡിയോസ് കഴിയുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളെപ്പോഴെങ്കിലും അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എടുക്കാം. ഉടനെയൊന്നും ഉണ്ടാവില്ല. വേദയ്ക്ക് വെക്കേഷൻ ആവണം, അല്ലെങ്കിൽ അമ്മയ്ക്ക് അവിടുത്തെ തിരക്കുകൾ, പാലെടുപ്പ്, റബ്ബർ വെട്ടതൊക്കെ ഇല്ല എങ്കിലൊക്കെ വേദയ്ക്ക് വെക്കേഷൻ ആകുമ്പോൾ വരാമെന്നൊക്കെ പറയുന്നുണ്ട്. വരുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഞാൻ കുറച്ച് ചമ്മന്തിയും നമ്മുടെ കത്തിരിക്ക ചമ്മന്തിയും ഈ കൊഞ്ച് മാങ്ങാക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നെട്ടയും വീട്ടിലേക്ക് പോകുന്നുണ്ട്, അപ്പോൾ വീട്ടിലൊന്ന് കൊടുത്തേക്കാമെന്ന് കരുതി. അമ്മ വയ്ക്കുന്നതൊക്കെ അവിടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ട് ഉണക്കമീനും അച്ഛനും ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്ത് വെച്ചു. അപ്പോൾ അമ്മയുടെ വിശേഷങ്ങളെല്ലാം ഇവിടെ കഴിയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാം. ടാറ്റാ.